അപ്പോൾ ഡിന്നറൊക്കെ നമുക്ക് സ്പെഷ്യലാക്കണം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്രീം ചിക്കൻ ലസാങ്ങണ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ക്രീമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഒരു പാലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ തിക്ക് വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ പാലൊഴിച്ച് കൊടുക്കാൻ. ഇപ്പം ഈ പാലിൽ കിടന്നിട്ട് നമുക്ക് ഈ മൈദ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ പാലും മൈദയും നന്നായിട്ടൊന്ന് ഇങ്ങനെ കുറുകി വരും കേട്ടോ. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാല് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ചൊരു ലൂസായിട്ട് വേണം ഇതിൻ്റെ ബാറ്റർ കിട്ടാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നമ്മൾ മാറ്റി വെക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇത് ചിക്കനിലോ ബീഫിലോ ഫിഷിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി വെജിറ്റബിൾ മാത്രം വേണമെങ്കിലും അങ്ങനെ നമുക്ക് ഈ ക്രീം ലസാങ്ങണ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവറും ഒരു ടേസ്റ്റും തന്നെ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒലീവ് ഓയിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി ചോപ്പറിലിട്ടൊന്ന് വലിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ. അല്ലെങ്കിൽ നമുക്കത് മിക്സിയിലിട്ടിട്ട് അടിച്ചതായാലും മതി. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ചെറുതാക്കി നുറുക്കിയ ബോൺലെസ് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കിലോന് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. ഇവിടെയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. വെറും കുരുമുളകും കസൂരി മേത്തിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എത്രയാണ് പുളി വേണ്ടത് അതിനനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള ലസാങ്ങണൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇത് നമുക്ക് പാസ്ത ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ. ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം മാഗി ക്യൂബിൻ്റെ കട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ ഒരു സോസാണ് കേട്ടോ, KDDയുടെ. ഇത് ഈ പാസ്തക്കും പിന്നെ ലസാങ്ങണക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം സോസാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഞാനൊരു 2-3 ടീസ്പൂൺ ഒരു 3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ പിസ്സക്കും പാസ്തക്കൊക്കെ ഉപയോഗിക്കുന്ന സോസ് അതും ഇതേപോലെ ഒരു 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ കയ്യിലുള്ള ടൊമാറ്റോ കെച്ചപ്പ് അതും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദൻ്റെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ,
അതന്നെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൊസല്ല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ കസൂരി മേത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 ടീസ്പൂണ് ഒലീവ് ഓയിലാണ്. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടുമല്ലോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ. ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഡിന്നറോ ലഞ്ചോ ഒക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്പെഷ്യലാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ. അപ്പം ഇത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.